ഹലോ ഓൾ, നമുക്കിന്ന് എളുപ്പത്തിലൊരു ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഓയിൽ തിളച്ച് വരുമ്പോഴേക്കും 2 സ്പൂൺ പെരുംജീരകം കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും ചതച്ച മുളക് 2 ടേബിൾ സ്പൂണും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 അരിഞ്ഞു വച്ചിരിക്കുന്ന ഒനിയൻ ചേർക്കുക. ഒനിയൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനിയും ഞാൻ ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കിതിൽ കുറച്ച് തേങ്ങ കഷ്ണങ്ങൾ കൂടെ ചേർത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നന്നായിട്ട് യോജിപ്പിക്കുക. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൗഡർ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കഷ്ണങ്ങൾ ഇതിൽ ചേർത്തു. ഇത് ഏകദേശം 1 കിലോയോളം ബീഫുണ്ട്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയൻ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഫ്രൈഡ് ഒനിയനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഇറച്ചിയിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ച് ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പം നിങ്ങളെല്ലാവരും ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.